Dear students, welcome to the third part of surface chemistry. നമ്മുടെ ആദ്യത്തെ പോയിന്റ് എൻസൈം കറ്റാലിസിസ് എന്നുള്ളതാണ്. കാറ്റലിസ്റ്റ് നമ്മൾ പഠിച്ചു. They are substances which alters the rate of a chemical reaction without undergoing any chemical change. ഇപ്രാവശ്യം നമ്മൾ പറയുന്ന എൻസൈം ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പം ഉള്ള കേസാണ് നമ്മൾ പറയുന്നത്. അതിനാണ് നമ്മൾ എൻസൈം കറ്റാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കാറ്റലിസ്റ്റ്, അതായത് കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ കൂട്ടുന്ന റിയേജന്റ് ഒരു എൻസൈമാണ്. എന്നാണ് ഇതിനെ എൻസൈം കറ്റാലിസിസ് എന്നുള്ള പേര് പറയുന്നത്. ഇതിന് ഈ എൻസൈം കറ്റാലിസിസ് അല്ലെങ്കിൽ എൻസൈമിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയും. കാരണം ഈ എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന സ്പീഡ് കൂട്ടുന്ന റിയാക്ഷൻസ് എല്ലാം തന്നെ ബയോളജിക്കൽ റിയാക്ഷൻസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതെല്ലാം കുറെ ബയോളജിക്കൽ റിയാക്ഷൻസ് ആണ്. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഇൻഡസ്റ്റൈൻ, നമ്മുടെ സ്റ്റൊമക്കിന്റെ ഉള്ളിൽ നടക്കുന്ന ചില റിയാക്ഷൻസ് ആണ്. അപ്പോൾ അവിടെയെല്ലാം കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എൻസൈമാണ് മാൾട്ടേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എൻസൈംസിനെ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഒരു 6 എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള സാധനമാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. കെയിൻ ഷുഗർ എന്ന് പറയുന്നത് C12H22 ഓയിലാണ് കെയിൻ ഷുഗർ. അതിനെ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. കെയിൻ ഷുഗർ C12H22 ഓയിലാണ്. അതിനെ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. ഗ്ലൂക്കോസ് അതിനെ ഈഥൈൽ ആൽക്കഹോളാക്കി മാറ്റുന്ന എൻസൈമാണ് സൈമേസ് എന്ന് പറയുന്നത്. സൈമേസ്. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കുന്ന എൻസൈമാണ് ഡയാസ്റ്റീസ്. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കുന്ന എൻസൈമാണ് മാൾട്ടേസ്. യൂറിയയെ അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റുന്ന എൻസൈമാണ് യൂറിയേസ്. മിൽക്കിനെ കർഡ് ആക്കുന്ന എൻസൈമാണ് ലാക്ടോബാസിലസ്. അപ്പോൾ ഇവിടെയുള്ള നമ്മൾ കണ്ടത് റിയാക്ഷൻസ് ആണ്, പക്ഷെ എൻസൈംസ് ആണ് അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ ശ്രദ്ധിച്ചു നോക്കുക. നമുക്ക് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് എൻസൈംസിനെ വിളിക്കാം. ഏതെങ്കിലും എക്സാമ്പിളായിട്ട് വരാൻ സാധ്യത ഉള്ള കാര്യമാണ്. നമ്മുടെ അടുത്ത പോയിന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കറ്റാലിസിസ്. എൻസൈം കറ്റാലിസിസിന്റെ പ്രത്യേകത. അതിന്റെ പോയിന്റ് ഹൈലി എഫിഷ്യൻറ്റ്. എന്നുവെച്ചാൽ ഇതിന്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ അമോണിയയുടെ മാനുഫാക്ചറിൻ്റെ നമ്മൾ പറഞ്ഞു സ്പോഞ്ചി അയൺ ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1 lakh നൈട്രജൻ മോളിക്യൂളും ഹൈഡ്രജൻ മോളിക്യൂളോട് റിയാക്ട് ചെയ്യുന്നത് വരുന്നതാണ്. അവിടെ നമുക്കൊരു 10,000 മോളിക്യൂൾസ് ഓഫ് Fe വേണ്ടി വരും. അയൺ ആറ്റംസ് ഒരു 10,000 മോളിക്യൂൾസ് വേണ്ടി വരും എന്നതാണ്. എൻസൈം കറ്റാലിസിസിന്റെ കേസിൽ അങ്ങനെയല്ല. ഒരൊറ്റ മോളിക്യൂൾ മതി ഒരു 1 million മോളിക്യൂൾസിന്റെ കാറ്റലിറ്റിക് ആക്ഷൻ നടത്താൻ ഈ ഒറ്റ മോളിക്യൂൾ മതി. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കെയിൻ ഷുഗറിനെ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു എന്ന് കണ്ടായിരുന്നു. ഒറ്റ മോളിക്യൂൾ ഇൻവെർട്ടേസ് മതി 1 million മോളിക്യൂൾ കെയിൻ ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരൊറ്റ മോളിക്യൂളിന് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് റിയാക്ടന്റിനെയും പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഹൈലി എഫിഷ്യൻ്റ് ആണ്. അത് വളരെ കുറച്ച് എമൗണ്ട് മതി കംപ്ലീറ്റ് റിയാക്ഷനും നടത്താനായിട്ട് ആ എൻസൈമിന് സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻസൈം ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈമിന് ആകെപ്പാടെ കെയിൻ ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റാനേ സാധിക്കുകയുള്ളൂ. വേറെ ഒരു എൻസൈമിനും ഈ കെയിൻ ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റാൻ പറ്റുകയില്ല. അപ്പോൾ ഒരൊറ്റ എൻസൈം ഇൻവെർട്ടേസ് എന്ന് പറയുന്ന ഒറ്റ എൻസൈമിനാണ് കെയിൻ ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റാൻ സാധിക്കുന്നത്. അതിൻ്റെ മീനിങ് ആണ് ഹൈലി സ്പെസിഫിക്. എൻസൈം ഒരു കൃത്യം ഒരു എൻസൈം വന്നെങ്കിൽ മാത്രമേ ആ ബയോളജിക്കൽ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യപ്പെടത്തുള്ളൂ. അപ്പോൾ എൻസൈമിൻ്റെ ആക്ഷൻ ഹൈലി സ്പെസിഫിക് ആണ്. നമ്മൾ ഇത് കഴിഞ്ഞാൽ ഉടനെ
എന്തുകൊണ്ടാണ് എൻസൈം ആക്ഷൻ ഇത്ര സ്പെസിഫിക് ആയത് എന്നുള്ളതിൻ്റെ മെക്കാനിസം നമ്മളൊന്ന് കേൾക്കുന്നതായിരിക്കും. അടുത്ത പോയിന്റിലേക്ക് പോകണം. ഹൈലി ആക്റ്റീവ് അണ്ടർ ഓപ്റ്റിമം കണ്ടീഷൻസ്. അത് പറയുന്നതിന് മുൻപേ ഞാൻ നമുക്ക് ജനറലായിട്ട് നമുക്ക് പരിചയമുള്ള ഒരു കാര്യം എന്ന് പറയുക, നമുക്ക് പനി വന്നാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചൂടുണ്ടാകും, നമ്മുടെ ദേഹത്തെല്ലാം ചൂട് കൂടും. അത് കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് കുറയും. അപ്പോൾ അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ആൻസർ. എൻസൈം ആക്ഷൻ ഈസ് ഒപ്റ്റിമം അണ്ടർ എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് pH. പനി വന്നാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുക ചെയ്യുന്നത്. സാധാരണ എൻസൈം ആക്ഷൻ ഏറ്റവും ഒപ്റ്റിമം കണ്ടീഷനിൽ ഏറ്റവും നന്നായിട്ട് നടക്കുന്നത് ഒരു 298 to 310 കെൽവിനാണ്. അപ്പോൾ നമ്മുടെ പനി കൂടിക്കഴിഞ്ഞാൽ, പനി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇതിൽ നിന്നും കൂടും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസ് ആക്കുന്നു, എൻസൈം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ബോഡിക്കുള്ളിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ്. അപ്പം ഈ 310 കെൽവിനും മുകളിലേക്ക് ടെമ്പറേച്ചർ പോയി കഴിയുമ്പോഴേക്കും എൻസൈമിൻ്റെ ആക്ഷൻ ശ്രദ്ധയാകും. എൻസൈമിന് പഴയ പോലെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അപ്പം ഈ ഗ്ലൂക്കോസിനെ സ്റ്റാർച്ചാക്കി മാറ്റുകയോ അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ഫുഡ് ഡൈജസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഈ എൻസൈം ആണ് ആ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പം ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് എൻസൈം ആക്റ്റീവ് ആകുന്നില്ല. അപ്പം ഫുഡ് നമ്മൾ കഴിച്ച് ദഹിക്കുന്നില്ല. അതുകൊണ്ടാണ് വിശപ്പില്ലായ്മ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം പനി വന്നാൽ വിശപ്പ് ഉണ്ടാകാത്തതിൻ്റെ, വിശപ്പ് കുറയുന്നതിൻ്റെ കാരണം ഇതാണ്, എൻസൈമിൻ്റെ ആക്ഷൻ അവിടെ കുറഞ്ഞു പോയി. കാരണം 310 കെൽവിൻ 298 to 310 കെൽവിനിലാണ് എൻസൈം അതിൻ്റെ ആക്ഷൻ ഏറ്റവും നന്നായിട്ട് നടത്തുന്നത്. പനി വരുമ്പോൾ ടെമ്പറേച്ചർ കൂടും, അപ്പോഴേക്കും നമ്മുടെ എൻസൈമിൻ്റെ ആക്ഷൻ കുറയുന്നു. അപ്പോൾ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അതുകൊണ്ട് നമ്മുടെ ഡൈജഷൻ ഇഫക്റ്റീവായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിശപ്പ് ഇല്ലാതാവും. അതുപോലെ തന്നെ ഒരു ഒപ്റ്റിമം pH ഉണ്ട്. എൻസൈം കൃത്യമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ഒപ്റ്റിമം pH ഉണ്ട്. ആ pH 5 to 7 ആണ്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ അസിഡിറ്റി ഉണ്ടാകാം. അസിഡിറ്റി ഉണ്ടായാൽ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഛർദ്ദിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിച്ചതല്ല, ഒരല്പം കഴിയുമ്പം ഒക്കാനും വന്ന് ഛർദ്ദിച്ചു പോകാം. അതിൻ്റെ കാരണം ഇതാ, അസിഡിറ്റി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ pH ഇൻഡസ്റ്റൈനകത്ത് നന്നായിട്ട് കുറഞ്ഞു പോകും. എൻസൈമിൻ്റെ ആക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല, ഡൈജഷൻ പ്രോപ്പർ ആകുന്നില്ല. അപ്പം നമ്മൾ ഛർദ്ദിച്ച് അതിനെ കളയാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ബോഡി കാണിക്കുന്നു. അടുത്ത ഇൻക്രീസിങ് ആക്ടിവിറ്റി ഇൻ പ്രസൻസ് ഓഫ് ആക്ടിവേറ്റേഴ്സ് ആൻഡ് കോഎൻസൈം. ഇത് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു പ്രൊമോട്ടർ എന്ന് നമ്മൾ പഠിച്ച ആ ഒരു ഐഡിയ തന്നെയാണ് ഏകദേശം ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാൻ പോകുന്നത്. The enzymatic activity is increased in the presence of certain substances known as coenzymes. എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ കൂട്ടുന്ന സാധനമാണ് കോഎൻസൈം. സിമിലർ ടു പ്രൊമോട്ടർ ഇൻ ഓർഡിനറി കറ്റാലിസിസ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. അമോണിയയുടെ മാനുഫാക്ചറിൽ അയണാണ് കാറ്റലിസ്റ്റ്. അയണിൻ്റെ ആക്ടിവിറ്റിയെ കൂട്ടാൻ വേണ്ടി, കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ കൂട്ടാൻ വേണ്ടി നമ്മൾ മോളിബ്ഡിനം ഒരു പ്രൊമോട്ടറായിട്ട് യൂസ് ചെയ്യുന്നു. അതേ ഫങ്ഷനാണ് ഇവിടുത്തെ ഈ ആക്ടിവേറ്റർ എന്ന് പറയുന്ന സാധനം, കോഎൻസൈം. കോഎൻസൈം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആ ഒരു ഫങ്ഷൻ അതാണ്. അത് നമ്മുടെ എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ കൂട്ടും. The enzymatic activity is increased in the presence of certain substances known as coenzyme. It has been observed that when a small non-protein is present along with an enzyme, the catalytic activity is enhanced considerably. അടുത്തത് ആക്ടിവേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. Activators are generally metal ions such as sodium ion, Mn2+, CO2+, Cu2+, etc. These are metal ions. When weakly bonded to enzymatic molecule, it increases their catalytic activity. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പ്രൊമോട്ടർ എന്നുള്ള ഒരു ഓൾമോസ്റ്റ് ഒരു സെയിം കൺസെപ്റ്റിൽ തന്നെ നിൽക്കുന്ന കാര്യമാണ് കോഎൻസൈമും ആക്ടിവേറ്ററും ഒക്കെ. അത് നമ്മൾ ഓർക്കാനുള്ള ഒരു കാര്യം ഇതാണ്, കോഎൻസൈം ഒരു പ്രോട്ടീൻ പാർട്ടായിരിക്കാം, എന്നാൽ ആക്ടിവേറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു അയോണാണ്, മെറ്റൽ അയോണാണ്. ഇനി അടുത്തതും there is
ഇൻഹിബിറ്റർ ആൻഡ് പോയിസൺസ് ഇൻ എൻസൈം കറ്റാലിസിസ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഓർഡിനറി കറ്റാലിസിസിൽ പഠിച്ച സെയിം പോയിസൺ തന്നെ. അവിടെ നമ്മൾ പഠിച്ച പോയിസൺ എന്ന് പറയുന്നത് ഇതായിരുന്നു, എൻസൈമിന്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കുന്ന സാധനം. ഇവിടെയും നേരത്തെ പഠിച്ച് കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കുന്ന സാധനം പോയിസൺ. ഇവിടെയും പോയിസന്റെ റോൾ അത് തന്നെയാണ്, എൻസൈമിന്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കുന്ന സാധനം. Like ordinary catalysis, enzymes are also inhibited or poisoned by the presence of certain substances. The inhibitors or poisons interact with the active functional group of the enzyme surface and often reduces or completely destroy the catalytic activity of the enzyme. The use of many drugs is related to their action as enzyme inhibitors in the body. നമ്മുടെ അടുത്ത പോയിന്റ് മെക്കാനിസം ഓഫ് എൻസൈം കറ്റാലിസിസ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം പഠിച്ചപ്പോഴേക്കും പറഞ്ഞു എൻസൈം ആക്ഷൻ ഈസ് ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. അപ്പോൾ അതിൻ്റെ മെക്കാനിസം നമ്മൾ പഠിക്കുമ്പം വൈ എൻസൈം ആക്ഷൻ ഈസ് ഹൈലി സ്പെസിഫിക് എന്നുള്ളതിൻ്റെ ഒരു ആൻസർ കിട്ടുമെന്ന് പറഞ്ഞു. അത് സ്പെസിഫിക് ആകുന്നതിൻ്റെ റീസണാണ് ഇത്. ദ മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ ഈസ് കോൾഡ് കീ ലോക്ക് മെക്കാനിസം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള നമ്മുടെ നോർമൽ ഐഡിയ തന്നെ. ഒരു കീ ഉപയോഗിച്ച് നമുക്കൊരു ലോക്കേ തുറക്കാൻ പറ്റും. ഒരു കീ ഉപയോഗിച്ച് ഒരു ലോക്ക് മാത്രം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഹൈലി സ്പെസിഫിക് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെ ഇങ്ങനെയായിരുന്നു. എക്സാമ്പിൾ ഇതായിരുന്നു പറഞ്ഞത്, ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈമിനാണ് കെയിൻ ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റാൻ സാധിക്കുന്നത്. വേറെ ഒരു എൻസൈമിനും പറ്റില്ല. അതായത് ഒരു കീ ഉപയോഗിച്ച് ഒരു ലോക്ക് തുറക്കാൻ പറ്റുന്നത് പോലെ ഒരൊറ്റ എൻസൈം ഉപയോഗിച്ച് മാത്രമേ ഒരു പർട്ടിക്കുലർ എൻസൈം കാറ്റലൈസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അതിൻ്റെ മെക്കാനിസത്തിൻ്റെ പേരാണ് കീ ലോക്ക് മെക്കാനിസം. ഇത് അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ഇത് ഒരു എൻസൈമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ എൻസൈം ഒരു കീയുടെ ഷേപ്പിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്. തൊട്ടപ്പുറം നമുക്ക് എസ് എന്ന് എഴുതിയിരിക്കുന്ന സാധനം സബ്സ്ട്രേറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ എൻസൈമായിട്ട് ഇൻവെർട്ടേസ് വരുന്നു, സബ്സ്ട്രേറ്റ് ആയിട്ട് കെയിൻ ഷുഗർ വരുന്നു. റിയാക്ട് ചെയ്യുന്ന മോളിക്യൂളിനാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച്, എൻസൈമിൻ്റെ അകത്ത് നമുക്ക് ചില മരവുകളും ഒക്കെ കാണാൻ പറ്റും. സബ്സ്ട്രേറ്റിൻ്റെ അകത്തും അതുപോലെ തന്നെ നമുക്കൊരു കുഴിവും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ സാധനം നോക്കി, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സബ്സ്ട്രേറ്റിൻ്റെ ആക്റ്റീവ് സൈറ്റ് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യുന്ന എൻസൈമാണ് അവിടെ തന്നിരിക്കുന്നത്. ആ എൻസൈമിൻ്റെ ആ ഗ്രൂവിനൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരിക്കലും കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യത്തില്ല. ഇവിടെ നമ്മുടെ എൻസൈമിൻ്റെ ഗ്രൂവ് ഇങ്ങനെയാണെന്ന് കരുതുക, ഇവിടുത്തെ ഗ്രൂവ് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നോക്കി, ഈ സബ്സ്ട്രേറ്റിൻ്റെ ഈ ഭാഗത്ത് ഒന്നും ഒരിക്കലും ഫിറ്റ് ചെയ്യില്ലാതെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഫിറ്റ് ചെയ്യാതെ ഇത്രയും ഭാഗം വേക്കൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോഴേക്കും ആ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവില്ല. അതാണ് ഹൈലി സ്പെസിഫിക് എന്ന് നമ്മൾ പറയാൻ കാരണം. അതായത് എൻസൈമിൻ്റെ ആ ഗ്രൂവ് നമ്മുടെ സബ്സ്ട്രേറ്റിൻ്റെ കൃത്യം ആക്റ്റീവ് സൈറ്റ് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യണം. അങ്ങനെ ആകപ്പാട് ഒറ്റ എൻസൈമെ സബ്സ്ട്രേറ്റിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ആ എൻസൈമിന് മാത്രമേ ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഹൈലി സ്പെസിഫിക് എന്ന് നമ്മൾ നേരത്തെ പറയാനുള്ള റീസൺ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ ഉണ്ടായ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് വീണ്ടും എൻസൈമായിട്ടും പ്രോഡക്റ്റ് ആയിട്ടും ബ്രേക്ക് ചെയ്ത് ഉണ്ടായി. എക്സാമ്പിളായിട്ട് നമ്മുടെ കെയിൻ ഷുഗറിന് ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. ആ ആക്റ്റീവ് സൈറ്റിലേക്ക് ഇൻവെർട്ടേഴ്സ് ഒന്ന് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്ത് ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു. ആ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഡികമ്പോസ് ചെയ്ത് ഇൻവെർട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എൻസൈം റീജനറേറ്റ് ചെയ്യുകയും കെയിൻ ഷുഗർ എന്ന് പറയുന്ന സബ്സ്ട്രേറ്റ് പ്രോഡക്ട്സ് ആയിട്ടുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് മാറുകയും ചെയ്തു. ഇതാണ് കീ ലോക്ക് മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ, which is highly specific in